തന്നെ നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ സ്കൂളിന്റെ പ്രിയപ്പെട്ട ടീച്ചറായ വീര ടീച്ചറിനെ ഞാൻ ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അറബിക് ദിനാചരണവും അതുപോലെ തന്നെ മാഗസിൻ പ്രകാശനവും ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ മഹാരാജാസ് കോളേജിലെ അറബി വിഭാഗത്തിലെ HODയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാലിഹ ടീച്ചറിന്റെ പ്രിയപ്പെട്ട അധ്യാപകനുമായ ശ്രീ മുഹമ്മദ് റഷീദ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി തന്റെ കലാപരമായ കഴിവുകൾ പങ്കുവയ്ക്കുന്ന കുട്ടികളെയും അതോടൊപ്പം തന്നെ ഈ വേദിയിൽ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു ദിനം എന്ന് പറയുന്നത് കഴിഞ്ഞ ഡിസംബർ 18-നാണ് അന്താരാഷ്ട്ര അറബി ദിനം ആചരിക്കപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് പരീക്ഷയൊക്കെ ആയിരുന്നു അല്ലെ, നിങ്ങളെല്ലാവരും പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് സ്കൂൾ അടച്ചു, അവധി കഴിഞ്ഞു, അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും സ്കൂൾ തുറന്നു വന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ ദിനം ആചരിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് അതിന്റെ ഡേറ്റ് നമ്മൾ ഇങ്ങനെ ഒരു തീയതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഈ ഒരു അറബി ഭാഷ എന്തിനാണ് ഇത്തരത്തിലുള്ള ദിനങ്ങൾ ആചരിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ദിനാചരണങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഭാഷയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അതിന് എന്തെല്ലാം നമ്മുടെ മലയാളത്തിൽ തന്നെ ചില വാക്കുകൾ കഴിഞ്ഞ ദിവസം സ്വാലിഹ അപ്പോഴാണ് ഞാൻ നമ്മൾ പറയുന്ന ചില മലയാള വാക്കുകൾ, ചിലതല്ല ഒത്തിരി മലയാള വാക്കുകൾ അറബി വാക്കുകളാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ടീച്ചറാണ് എന്നോട് പറഞ്ഞത് നമ്മൾ ബാക്കി എന്ന് പറയുന്നത്, വക്കീൽ എന്ന് പറയുന്നത്, ഇതെല്ലാം അറബി പദങ്ങളാണ്. നമ്മൾ നിത്യേന നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും അറബി വാക്കുകളാണ് എന്നുള്ള അറിവും സ്വാലിഹ ടീച്ചറാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ അതുപോലെയുള്ള ധാരാളം അറിവുകൾ നിങ്ങൾക്ക് ഇന്നിവിടെ സാറിന്റെ സംസാരത്തിൽ നിന്നും ഒക്കെ നമുക്കിവിടെ കിട്ടും. ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്, ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ അറബി കലോത്സവത്തിൽ പങ്കെടുത്ത കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നമ്മുടെ സാറ് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ തയ്യാറാക്കിയ ഒരു കയ്യെഴുത്ത് മാസിക, അതിന്റെ പേര് തഖദ്ദും എന്നാണ്. ഞാൻ ഉച്ചരിച്ചത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല, എനിക്ക് എഴുതി തന്നത് ഞാൻ വായിച്ചതാണ്. അത് തഖദ്ദും എന്നാണ്. അതിന്റെ അർത്ഥം മുന്നേറ്റം എന്നാണ് എനിക്ക് സ്വാലിഹ ടീച്ചർ പഠിപ്പിച്ചത്. കുറച്ച് അറബിയൊക്കെ ഞാനിപ്പോൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ ടീച്ചർ എനിക്ക് പഠിപ്പിച്ചു തന്നു, അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കയ്യെഴുത്ത് മാസിക നിങ്ങൾ തന്നെ തയ്യാറാക്കിയ അതിമനോഹരമായിട്ടുള്ളൊരു കയ്യെഴുത്ത് മാസിക, എനിക്കത് കണ്ടിട്ട് മതി വരുന്നില്ല. അങ്ങനെയുള്ളൊരു കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം ഇവിടെ നടക്കും. അതിന് ഏറെ പ്രത്യേകതകളുള്ളത്, ആ കയ്യെഴുത്ത് മാസികയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്ന 7ാം ക്ലാസ്സിൽ 7C പഠിക്കുന്ന നജീം സ്വാലിഹ് എന്ന് പറയുന്ന കുട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവൻ നമ്മുടെ സ്വാലിഹ ടീച്ചറിന്റെ മകനാണ്. അപ്പോൾ അവൻ ഡിസൈൻ ചെയ്തതാണ് അതിന്റെ കവർ പേജ്. 1 മാസത്തിൽ കൂടുതലായി ടീച്ചർ ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളായിട്ട് ടീച്ചർ ഇതിനു വേണ്ടി നടക്കുന്നു. അപ്പൊ ഇവിടെ അറബി പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഏകദേശം കവിത എഴുതും, കഥ എഴുതും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ. ടീച്ചർ ഒരു പ്രതിഭയാണ് ടീച്ചർ. പക്ഷെ ടീച്ചർ കവിത ചൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടീച്ചർ കവിത എഴുതാറുണ്ട്. ടീച്ചറിന്റെ അങ്ങനെയുള്ള വളരെ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരു അധ്യാപികയാണ് നമ്മുടെ സ്വാലിഹ ടീച്ചർ. സ്വാലിഹ ടീച്ചറിന്റെ അധ്യാപകരാണ്. എങ്ങനെയാണ് ആ ടാലന്റ് ഇത്രയും ഡെവലപ്പ് ചെയ്ത് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അബ്ദുൾ റഷീദ് സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു നമ്മുടെ സ്വാലിഹ ടീച്ചർ. സാറ് മഹാരാജാസ് കോളേജിൽ, എറണാകുളം മഹാരാജാസ് കോളേജിലെ ഡോക്ടർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് അതിന്റെ മേധാവിയാണ് സാറ്. സ്വാലിഹ ടീച്ചർ അതായത് ശിഷ്യയുടെ ഒരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയതാണ് അദ്ദേഹം. അതുപോലെ മറ്റൊരു പ്രോജക്റ്റ് ഇവിടെ നമ്മൾ ഇന്ന് നടത്തിയത്, ഇവിടുത്തെ ഒരു എക്സിബിഷൻ, അതും സ്വാലിഹ ടീച്ചർ നമ്മുടെ FTC റൂമിൽ നിങ്ങളെ എല്ലാവരെയും ക്ലാസ് ടീച്ചേഴ്സ് കൊണ്ടുപോയി കാണിച്ചു തരും. ഒരു വളരെ മികച്ച രീതിയിൽ അത് ഇന്നലെ 2 ദിവസമായിട്ട് ടീച്ചറിന്റെ കൂടെ കുറച്ച് അധ്യാപകരും കൂടെ സഹായിച്ചിട്ടുണ്ട്. ആ റൂം അങ്ങനെ ആക്കിയെടുക്കാൻ നമ്മുടെ അധ്യക്ഷനുണ്ടാക്കിയ ശ്രീഭദ്ര ടീച്ചർ, അഖില ടീച്ചർ, അതുപോലെ കുറെ അധികം അധ്യാപകരുടെ കൂടെ സമഫലമായിട്ട് സ്വാലിഹയെ സഹായിച്ചിട്ടുണ്ട്. അതിലെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കാണാനുള്ളതാണ്. നമ്മുടെ സ്ഥലപരിമിതിയുണ്ട്, എന്നിരുന്നാൽ പോലും വളരെ നല്ല രീതിയിൽ, വളരെ മികച്ച രീതിയിലാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ അറബി കലോത്സവത്തിന്റെ സമ്മാന വിതരണമുണ്ട്, മാഗസീന്റെ പ്രകാശനമുണ്ട്, അതുപോലെ എക്സിബിഷൻ. നിങ്ങൾ എല്ലാവരും കാണുന്ന എക്സിബിഷന്റെ ഒരു ഉദ്ഘാടനം ഇപ്പൊ അവിടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്.
ഔദ്യോഗിക ഭാഷയായി 1973 ഡിസംബർ 18 അറബി ഭാഷയെ അംഗീകരിക്കുകയും 2010 ഡിസംബർ 18 മുതൽ അന്താരാഷ്ട്ര അറബിക് ദിനം ആചരിക്കാൻ യുനെസ്കോ തീരുമാനിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലുടനീളമുള്ള അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടുമായി അഭേദ്യമായ ബന്ധമുള്ള കച്ചവടക്കാരായിരുന്നു അറബികൾ. നമുക്ക് السلام عليكم. هذا سلام كريم السلام نظرة تعلم قلبي في منام كلام بعد كلام وعين في فضاء بين فضاء لا مكان له في وجود لما لا 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 لما لا لما لا 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 لما لا ثقة بالنفس أمر ضروري لمواجهة الصعوبات، فالواثق بالنفس يبتسم نحو الحياة، أن الابتسامة لمجاهدة المسافر. السلام عليكم. الله وكفى، الصلاة والسلام على رسوله المصطفى وعلى آله وعباد الله وكافى. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الأساتذة الكرام وزملاء الأحبة، السلام عليكم ورحمة الله. أريد أن ألقي إليكم كلمات وجيزة عن الموضوع اللغة العربية. اللغة العربية هي إحدى اللغات العالمية، يعرف يا ربي بن فحطان بأبي اللغة العربية، وهي لغة رسمية لعشرات من الدول، وهي لغة مقررة لدى هيئة الأمم المتحدة ويونسكو. لا أريد أن أطيل كلمات أختتم كلامي هذا. أشكركم شكرا جزيلا. السلام عليكم ورحمة الله. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നിർവഹിക്കുന്ന ശ്രീ രേഷ്മ ടീച്ചറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. يا من صليت بكل الأنبياء، يا من في قلبك رحمة للناس، يا من ألفت قلوبا بالإسلام، يا حبيبي يا شافعي يا رسول
رسول الله بأمي وأبي فديتك سيدي صلاة وسلام عليك يا نبي حبيبي يا محمد أتيت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد يا من حليت حياتنا بالإيمان يا من بجمالك علمت الإحسان يا من نورت قلوبنا بالقرآن يا حبيبي يا شافعي يا رسول الله بأمي وأبي فديتك سيدي صلاة وسلام عليك يا نبي حبيبي يا محمد أتيت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد صلى الله على خاتم الأنبياء محمد رحمة للعالمين رحمة للعالمين محمد رحمة للعالمين رحمة للعالمين محمد رحمة للعالمين رحمة للعالمين حبيبي يا محمد أتيت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد حبيبي يا محمد أتيت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد يا من صليت بكل الأنبياء يا من في قلبك رحمة للناس يا من ألفت قلوبا بالإسلام يا حبيبي يا شافعي يا رسول الله بأمي وأبي فديتك سيدي صلاة وسلام عليك يا نبي حبيبي يا محمد أتيت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد يا من حليت حياتنا بالإيمان يا من بجمالك علمت الإحسان يا من نورت قلوبنا بالقرآن يا حبيبي يا شافعي يا رسول الله بأمي وأبي فديتك سيدي صلاة وسلام عليك يا نبي حبيبي يا محمد أتيت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد صلى الله على خاتم الأنبياء
എല്ലാ അർത്ഥത്തിലും ഇതിന്റെ തുടക്കം മുതൽ ഈ ഇന്നേ വരെ ഈ നിമിഷം വരെ കട്ടയ്ക്ക് കൂട്ടായിട്ട് നിന്ന പ്രിയങ്കരിയായ നമ്മുടെ മേധാവി മീര ടീച്ചർക്കും എൻ്റെ സ്വന്തം പേരിലും അൽവാഹ അറബിക് ക്ലബിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതേപോലെ എൻ്റെ കുട്ടികൾ, എൻ്റെ മാഗസിൻ ഒരു പ്രാവശ്യം മിസ്സായതാണ്, എങ്കിലും ടീച്ചറെ നമുക്ക് ചെയ്യാൻ ടീച്ചറെ എന്ന് പറഞ്ഞ് എനിക്കൊരു ഊർജ്ജം പകർന്ന് എൻ്റെ കൂടെ നിന്നിട്ടുള്ള 5 മുതൽ 9ാം ക്ലാസ് വരെയുള്ള 10ാം ക്ലാസ്സിൽ കുറച്ച് കുട്ടികളുണ്ട്, എങ്കിലും എല്ലാ കുട്ടികൾക്കും UP-യിലെയും HS-ലെയും എനിക്ക് എന്നെ പിന്തുണച്ച, സ്നേഹിച്ച, സഹകരിച്ച, എൻ്റെ കൂടെ നിന്ന എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും സ്നേഹിതർക്കും ഒക്കെ അൽവാഹ അറബിക് ക്ലബിൻ്റെ പേരിലും ഗവൺമെൻറ് HSS മോഡലിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.